രാമ നാരായണ റാം എന്ന ഈ ശ്രേണിയിൽ നമ്മൾ നിരന്തരം ജീവിതത്തിലെ വ്യത്യസ്ത കോണുകളും വിഷയങ്ങളും വിശദമായി മനസ്സിലാക്കുന്നു. അതായത് ധർമ്മം, അധർമ്മം, പാപം അല്ലെങ്കിൽ പുണ്യം. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്ന വിഷയത്തിൽ നാം വളരെ കാലമായി ചർച്ച ചെയ്തിട്ടുണ്ട്, പക്ഷേ ശരിയായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ആ വിഷയമാണ് യഥാർത്ഥ ധർമ്മഗ്രന്ഥ് എന്താണെന്ന്. വിവിധ മതങ്ങളിൽ വിവിധ ഗ്രന്ഥങ്ങളുടെ ശ്രേണികൾ ഉണ്ട്. ഉദാഹരണത്തിന് സനാതനികൾക്ക് ഭാഗവത ഗീത, രാമായണം, മുസ്ലിങ്ങൾക്ക് ഖുർആൻ, ക്രൈസ്തവർക്ക് ബൈബിൾ എന്നിവയാണ്. ഇപ്പോൾ ഇവിടെ ആളുകളിൽ വലിയ സംശയമുണ്ട്, കൃത്യമായത് ഏത് മതഗ്രന്ഥം ശരിയെന്ന്. മഹാഗുരു ബാലക് ബ്രഹ്മചാരി ജി ഈ കാര്യത്തിൽ എന്ത് നിരീക്ഷണമുണ്ട് എന്ന് നോക്കാം. ഈ ഭൂമിയിൽ എല്ലായ്പ്പോഴും മനുഷ്യരായി ജനിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യർ തന്നെ അറിഞ്ഞില്ലാത്ത വിധത്തിൽ നിരവധി വ്യത്യസ്ത മതങ്ങൾ സൃഷ്ടിച്ച് എല്ലാവരെയും ഒരുപറ്റി വേർതിരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഓരോ മനുഷ്യനും മതത്തിൻ്റെ ബന്ധനത്തിൽ കുടുങ്ങി ഫലകം തങ്ങളുടെ സ്വാർത്ഥം മാത്രം നോക്കുന്നു. എന്നാൽ നമ്മുടെ മഹാഗുരു ബാലക് ബ്രഹ്മചാരി ജി പറയുന്നത് ഏതാണ് ഏറ്റവും വലിയ ധർമ്മം? ആകാശമാണ്. ഇത് സൃഷ്ടിക്കുന്നവയെല്ലാം അപ്രത്യക്ഷമായി. ആകാശം തന്നെ ഏറ്റവും വലിയ ധർമ്മഗ്രന്ഥാണ് രാമ നാരായണ റാം. ഈ ഗ്രന്ഥിൻ്റെ ഓരോ പേജ് ബ്രഹ്മാണ്ഡത്തിൽ വിരിച്ചിരിക്കുന്ന എല്ലാ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും സങ്കേതങ്ങളാണ്. ഭൂമിയിൽ ഏകദേശം 800 കോടിയോളം മനുഷ്യർ ഉണ്ട്. അവരുടെ ശരീരം ഈ ധർമ്മ ഗ്രന്ഥായ രാമ നാരായണ റാമിൽ നിന്നാണ് നിർമ്മിതമായത്. ഇതിൽ പഞ്ചഭൂതങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് നമുക്ക് ഊർജം, വിവേകം ലഭിക്കുന്നത്. ഈ വിവേകം തന്നെ നമുക്ക് ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അതായത് ജീവിതം എങ്ങനെ, എന്തു തരത്തിൽ ജീവിക്കണം. സൃഷ്ടി ആരംഭിച്ചതോടെ മനുഷ്യന് ഈ ശരീരം, ചൈതന്യം, ചിന്ത, ബുദ്ധി, വിവേകം, ജ്ഞാനം ലഭിച്ചു. മനുഷ്യൻ എന്തും ആഗ്രഹിക്കുന്നെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ നേടാം. നിങ്ങളുടെ ചുറ്റുപാടിൽ നിങ്ങൾ പലപ്പോഴും കാണാറുണ്ടാകും, ആളുകൾ വളരെ വിഷമിച്ചിരിക്കുകയാണ്. ഒരാൾ തൻ്റെ ജോലി സംബന്ധിച്ച്, മറ്റൊരാൾ പഠനവുമായി, മറ്റൊരാൾ ജീവിതത്തിൽ പുരോഗതിയില്ലാത്തതിൽ വിഷമിക്കുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള വിവേകത്തെയും ചൈതന്യത്തെയും കേട്ടാൽ നിങ്ങൾ ശരിയായ ജ്ഞാനവും അനുഭവപ്പെടും. ശരിയായ ജ്ഞാനം കിട്ടിയപ്പോൾ വിജയത്തിൻ്റെ ശരിയായ വഴി നിങ്ങൾക്ക് നേരിട്ട് കാണപ്പെടും. ആ വഴി പിന്തുടർന്ന് നിങ്ങൾ ആഗ്രഹിച്ച എല്ലാത്തിനും കൈവരുത്തി തുടങ്ങും. ഇപ്പോൾ ഇതെങ്ങനെ സാധ്യമായിരിക്കുന്നു എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ വിവേകം, ചൈതന്യം, ആത്മാവ്, നമ്മുടെ ഏറ്റവും വലിയ ധർമ്മ ഗ്രന്ഥമായ ആകാശവും രാമ നാരായണ റാം എന്ന നാമവുമായാണ് ഇതൊക്കെ സാധ്യമായത്. മനുഷ്യൻ എല്ലാ തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ഭയം എന്നിവയിൽ നിന്നും മോചിതനാകാമായിരിക്കും എങ്കിൽ അവൻ തൻ്റെ സ്വയം അറിയണം, തിരിച്ചറിയണം, പ്രകൃതിയുമായി ബന്ധപ്പെടണം. കൂടാതെ രാമ നാരായണ റാമിൻ്റെ ജപം നടത്തണം. ഇന്ന് നമ്മുടെ വളരെയധികം ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് പോയാൽ ആളുകൾക്ക് പോലും യോഗിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ, പ്രാണായാമം ചെയ്യാൻ, ധ്യാനം ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഈ പ്രവർത്തനങ്ങൾ നമുക്ക് മാനസിക സമ്മർദ്ദമില്ലാത്ത ഒരു ജീവിതം നൽകുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ പലവട്ടം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, വീട്ടിൽ ആളുകൾ ക്ലേശം അനുഭവപ്പെടുന്നു, സമ്മർദ്ദമുള്ള ജീവിതം നയിക്കുകയാണ്, ദുഃഖത്തിൽ നിൽക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ തങ്ങളുടെ സന്തോഷം സാമൂഹികമായി പുറത്തുവിടാൻ കഴിയാത്തത്. ഈ ലോകത്തിലെ ഓരോ ജീവിയും സന്തോഷത്തോടെ ജീവിക്കാൻ, സമ്പന്നനും സമൃദ്ധനും ആകാൻ ആഗ്രഹിക്കുന്നു. ഈ ജീവിതം നേടാനായി ആളുകൾ ഏറെ പരിശ്രമിക്കുകയാണ്. എന്നാൽ അവരുടെ പരിശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ
അവരുടെ ശ്രമങ്ങൾ വിജയിക്കാതിരിക്കുമ്പോൾ അതിനുശേഷം ആളുകളെ മാനസിക ദുഃഖം, ക്ലേശം പിടികൂടുന്നു. ഇത്തരം ആളുകൾ പിന്നീട് സമൂഹത്തിൽ നിന്നും വിട പറയാൻ തുടങ്ങുന്നു. അവർ അവരുടെ ആഗ്രഹങ്ങളും സന്തോഷവും പുറത്തുവിടുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പെടാൻ ഒരു മാത്രം മാർഗമുണ്ട്. അത് രാമനാരായണ റാം ജപം ചെയ്യലാണ്. ഭൂമിയിൽ മനുഷ്യരും ജീവജാലങ്ങളും മരങ്ങളും പുല്ലുകളും എല്ലാം ഓരോന്നും അവകാശപ്പെടുന്നുണ്ട്. ഇന്ന് ആകർഷണമായ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിനും വിവേകത്തെയും പറയൂ, ഈ ജോലി ചെയ്യണം. നിങ്ങളുടെ മനസ്സും വിവേകവും സ്വയം നിങ്ങളെ ശരിയായ വഴി കാണിക്കട്ടെ. നമ്മുടെ മനസ്സും ചൈതന്യവും അന്തരാത്മയും വിവേകവും ഞങ്ങളെ ശിക്ഷണം നൽകുന്നു. അവ എല്ലാവരും നമ്മുടെ അടിക്കുള്ള ദാസമായാണ് പ്രതിഷ്ഠിതമായിരുന്നത്. അതിനാൽ നമ്മൾ അവയുടെ ചിന്തകളെ മുൻഗണനയോടെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. നമുക്ക് അവയുടെ നിർദ്ദേശം കിട്ടുന്നു. ഈ പ്രവൃത്തി നമ്മൾ ചെയ്യേണ്ടത് നല്ലതോ മോശമോ ചെയ്യേണ്ടതോ അല്ലയോ? അതിനാൽ നിങ്ങളുടെ പരിചയത്തിലുള്ള വിവേകത്തെ അറിയുക, തിരിച്ചറിയുക, അതിനെ അനുസരിക്കുക. അതിനാൽ തന്നെ ജീവിതത്തിൽ പിശകുകൾ ഒഴിവാക്കാം. അതിനാൽ നിങ്ങൾ ഇന്നുവരെ നാരായണ റാമിൻ്റെ നാമത്തിൽ സാക്ഷാത്കരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ അത് അനുഭവിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന സകൃതമായ മാറ്റം നിങ്ങളോട് തന്നെയാണ് അനുഭവപ്പെടുക. നിങ്ങളുടെ ജീവിതം സുഖകരവും സന്തോഷകരവും ഉയർന്നുകൊണ്ടുപോകും.